എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. നമ്മൾ എന്നും തയ്യാറാക്കുന്ന ചായ കുറച്ചൊന്ന് വ്യത്യസ്തമായ രുചിയിൽ തയ്യാറാക്കിയാലോ? സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള ചായയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഞാനിവിടെ 2 പേർക്ക് കുടിക്കാനുള്ള ചായയുടെ അളവാണ് പറയുന്നത്. അപ്പോൾ 1.25 ഗ്ലാസ് വെള്ളം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും 2 ഏലക്ക പൊട്ടിച്ചതും ഒരു വയണയിലയുടെ പകുതി ഇതുപോലെ കൈകൊണ്ട് ചെറുതായി ഞെരടി ഇട്ടതും മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേയിലയും കൂടി ചേർത്ത് കൊടുക്കാം. തേയില ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം ഒരു അര മിനിറ്റോളം നന്നായി ഒന്ന് വെട്ടി തിളച്ച് വരട്ടെ. ആ ഇട്ട് കൊടുത്തിട്ടുള്ള ഐറ്റത്തിൻ്റെയൊക്കെ ഫ്ലേവറൊക്കെ വെള്ളത്തിൽ നന്നായിട്ട് ഇറക്കി വരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതുപോലെ ഒരു അര മിനിറ്റ് നന്നായി തിളപ്പിച്ചതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ ഏത് ഗ്ലാസ്സിനാണോ വെള്ളം എടുത്തത് അതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചായ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അതാ ചായ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് വീണ്ടും നമുക്കൊരു സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തേയില ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം തിളയ്ക്കുന്നതും അതേപോലെ പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ചായ തിളയ്ക്കുന്നതൊക്കെ ആ ഒരു സമയമാണ് ഈ ചായയുടെ ടേസ്റ്റ് നന്നായിട്ട് കൂട്ടുന്നത്. തിളച്ചതിന് ശേഷം വീണ്ടും ഇതേപോലെ ഒരു അര മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ തേയിലയുടെ കളറൊക്കെ നന്നായിട്ട് ഈ ചായയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. ഇനി ഇത് ഒരു കപ്പിലേക്ക് അരിച്ചൊഴിക്കാം. ചായ ഇങ്ങനെ അരിച്ചതിന് ശേഷം വേറൊരു കപ്പ് ഉപയോഗിച്ച് 2-3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചായ ഒന്ന് അടിച്ചെടുക്കണം. ചായ ഇങ്ങനെ അടിച്ചെടുക്കുന്നതും ഈ ചായയുടെ ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഘടകമാണ്. ഇട്ട് കൊടുത്ത ഇഞ്ചിയുടെയും ഏലക്കയുടെയും അതേപോലെ വയണയിലയുടെയൊക്കെ മണം നന്നായിട്ട് ഈ ചായയിലുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചായ ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഇനി നമുക്ക് കുടിക്കാനുള്ള ഗ്ലാസ്സിലേക്ക് ചായ ഇതേപോലെ നന്നായിട്ട് അടിച്ചൊന്ന് പതപ്പിച്ചൊഴിക്കാം. നമ്മൾ എന്നും തയ്യാറാക്കുന്ന ചായ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.